ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്നതാണെങ്കിൽ മറ്റൊന്ന് ഇന്നൊരു ഇരുണ്ട ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയുള്ള ദിവസമാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികയുകയാണ്. 1975 ജൂൺ 25-ന് അർദ്ധരാത്രിയിലായിരുന്നു കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 21 മാസങ്ങൾ നീണ്ട ആ അടിയന്തരാവസ്ഥ ഇന്ത്യ ചരിത്രത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി നിലനിൽക്കും. രാജ്യത്ത് ജനാധിപത്യത്തിലൂടെ അധികാരമേറ്റ ഭരണാധികാരി ഏകാധിപതിയായാൽ എന്താകും സ്ഥിതിയെന്ന് സ്വതന്ത്ര ഇന്ത്യ കണ്ടത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയിലൂടെയാണ്. 1971-ൽ 3-2 ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിലെത്തിയ ഇന്ദിരാഗാന്ധി സർക്കാർ ഭരണത്തിനെതിരായി ഉയർന്ന ആരോപണങ്ങളെയും വിമർശനങ്ങളെയും നേരിടാനാണ് അക്കാലത്ത് ജനാധിപത്യത്തെ മണ്ണിട്ട് മൂടിയത്. 73-ൽ ഇന്ദിരാഗാന്ധി ജുഡീഷ്യറിയിൽ കൈവച്ചപ്പോഴാണ് രാജ്യം ഏകാധിപത്യത്തിലേക്ക് കടക്കുകയാണെന്ന് ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയുന്നത്. ഏറ്റവും മുതിർന്ന 3 സുപ്രീം കോടതി ജഡ്ജിമാരെ മറികടന്ന് തനിക്ക് വേണ്ടപ്പെട്ട A.N. റേയെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചതായിരുന്നു തുടക്കം. പിന്നീട് ഗുജറാത്തിൽ ചമൻഭായി പട്ടേലിനെതിരായും ബീഹാറിൽ സർക്കാരിനെതിരായും ഉയർന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, ജോർജ് ഫെർണാണ്ടസ് നയിച്ച റെയിൽവേ സമരത്തെ അടിച്ചമർത്തിയത്, റെയിൽവേ മന്ത്രിയായ മിശ്ര ഉൾപ്പെട്ട പോണ്ടിച്ചേരി ലൈസൻസ് അഴിമതിയും പിന്നീട് മിശ്രയുടെ കൊലപാതകവും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ സമരവും ഇന്ദിരാഗാന്ധി സർക്കാരിന് വലിയ തലവേദനയായി. ഇതിനെല്ലാം പുറമെയാണ് ഇന്ദിരാഗാന്ധിയെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് 6 വർഷത്തേക്ക് വിലക്കി അലഹബാദ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. 1971-ലെ തിരഞ്ഞെടുപ്പ് കാലത്ത് റായ്ബറേലിയിൽ ജയിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തെന്ന കേസിലായിരുന്നു വിധി. രാഷ്ട്രീയ സാഹചര്യവും കോടതി വിധിയും എതിരായതോടെ അധികാരം നിലനിർത്താൻ ഇന്ദിര കണ്ടെത്തിയ പോംവഴിയായിരുന്നു അടിയന്തരാവസ്ഥ. ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് പോലും വിളിച്ചു ചേർക്കാതെയാണ് രഹസ്യമായി അർദ്ധരാത്രി അവർ അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടുത്ത 21 മാസം ഇന്ദിരാഗാന്ധിയോടും സഞ്ജയ് ഗാന്ധിയോടും അടുപ്പമുള്ള നേതാക്കളും ഭരണാധികാരികളും രാജ്യത്തെ ഞെരിച്ചമർത്തി. പ്രതിപക്ഷ നേതാക്കളോ പൊതുബുദ്ധിജീവികളോ പൗരാവകാശ പ്രവർത്തകരോ മാത്രമല്ല ജയിലിലാക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. മറിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആയിരക്കണക്കിന് പാവപ്പെട്ടവർ ഭരണകൂട അധികാരത്തിന്റെ ഇരകളായി മാറി. ഇക്കാലത്ത് കേരളത്തിലും പോലീസ് പീഡനത്തെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടു. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന പി രാജൻ വാര്യരെ നക്സൽ എന്നാരോപിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയതും അവിടെ വെച്ച് ആ യുവാവ് കൊല്ലപ്പെട്ടതും അക്കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെക്കേണ്ടി വന്നതും ചരിത്രമാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രാഷ്ട്രീയ നേതാക്കളും അന്ന് പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിനിരയായിരുന്നു. തിരഞ്ഞെടുപ്പ് അയോഗ്യതയെ മറികടക്കാൻ 1951-ലെ ജനപ്രാതിനിധ്യ നിയമത്തിനെ പൊളിച്ചെഴുതിയത്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നീട്ടിവെച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയത്, തമിഴ്നാട്ടിലെ കരുണാനിധി സർക്കാരിനെ പിരിച്ചുവിട്ടത്, ഗുജറാത്തിലെ ബാബുഭായ് പട്ടേലിന്റെ സർക്കാരിനെ മറിച്ചിട്ടത്, വാർത്താ പ്രക്ഷേപണ മന്ത്രിയെ ചൊടിപ്പിച്ചെന്ന കാരണത്തിൽ കിഷോർ കുമാറിന്റെ പാട്ടുകളെ ആകാശവാണിയിൽ നിരോധിച്ചത്, അങ്ങനെ ജനാധിപത്യ വിരുദ്ധ നടപടികളുടെ ഒരു നീണ്ട നിര തന്നെ ഇക്കാലത്തിന്റെ ബാക്കി പത്രമാണ്. രാജ്യത്ത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ അഴിഞ്ഞാടിയിട്ട് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യയിലെ പുതുതലമുറയ്ക്ക് ഫാസിസം എന്താണെന്ന് പഠിക്കാൻ ഹിറ്റ്ലറിനെയും മുസോളിനിയെയും തേടേണ്ട കാര്യമില്ല. 75-ലെ ഇന്ത്യ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. അഭിലാഷ് രാധാകൃഷ്ണൻ, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.